എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലെ ഒരാളുടെ വേക്കൻസി ഉണ്ട്, ഇന്നൊരാൾ വന്നിട്ടില്ല, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതാണ് ജപ്പാനിലെ എൻ്റെ ആദ്യത്തെ ജോലി. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഗ്രീറ്റിങ്സ് അറിയാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പുറത്തുനിന്ന് ഒരു ജാപ്പനീസിനെ പെട്ടെന്ന് കണ്ടാൽ സംസാരിക്കാൻ അങ്ങനെ ഒന്നും അറിയത്തില്ല, അതിനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. നമ്മളിടുന്ന വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പ്രഷർ ചെയ്ത് അമർത്തി കുറേ ആയി കഴിയുമ്പോഴത്തേക്കും വണ്ടി പോവും, പിന്നെ അടുത്തത് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ കോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 20,000 രൂപയോളം എനിക്ക്, ഇന്ത്യൻ മണി 20,000 രൂപയോളം മാത്രം അതിൽ നിന്ന് എനിക്ക് കിട്ടിക്കും. അതായത് രാത്രി ഞാൻ കുതിരാനായിട്ട് ഇട്ട് വെക്കും, ചുരയ്ക്കാൻ നോക്കും, പിന്നെ തേച്ചൊരയ്ക്കലാണ്, കുറേ നേരത്തേക്കും തേച്ചൊരച്ച് വൃത്തിയാക്കും. കൊഞ്ചിവാ, നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളങ്ങനെ 7.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നുവാണ് ഇപ്പം. അപ്പം ഞാൻ എന്തായാലും ഇതുവരെ നിങ്ങളോട് റിവീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 7 ലക്ഷം ഫാമിലി ആവാൻ നേരത്ത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 മിനിറ്റിൽ എൻ്റെ ജപ്പാനിലെ കുറച്ച് സ്റ്റോറിയൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഭയങ്കര സപ്പോർട്ട്, ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം. അത് മാത്രമല്ല, എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്താ പറയേണ്ട, മനസ്സ് നിറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ ആ കമൻറ്റ് ഞാൻ വായിക്കുമ്പോൾ. അങ്ങനെ ടീച്ചറിന് വോയിസൊക്കെ അയച്ചു, അങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും നമ്മളോരോ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ആരെങ്കിലും വളച്ചൊടിച്ചാലോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആയാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വിസ തട്ടിപ്പിൻ്റെ കേസൊന്നും നമ്മളൊന്നും ചർച്ച ചെയ്യാതിരുന്നത് കേട്ടോ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും വന്ന് സ്ട്രഗിളിംഗ് ഒന്നും പറയാത്ത, അങ്ങനെ കയറി പോകേണ്ട ഒരു ചാനലല്ല എന്ന് എനിക്ക് തുടക്കം മുതലേ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ ഇൻ്റർവ്യൂകൾക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും മൈൽ സ്റ്റോൺ ആയിട്ട് പ്ലേ ബട്ടൺ കിട്ടും, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒരു ഇതിനല്ലാതെ നമ്മൾ തട്ടിപ്പിൽ പെട്ട ആളാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എവിടെയും നമുക്കൊരു റീച്ചോ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ പണ്ടേ മുതൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ആ തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ പറയുന്നുണ്ട് കുറച്ച് നാണയത്തുട്ടുകൾ കിട്ടിയെന്ന്. അത് വെച്ചിട്ടാണ് ഞാൻ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ആ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2018 ഞാൻ ജപ്പാനിലേക്ക് പോകുന്നതെന്ന്. ജപ്പാനിലേക്ക് പോകുമ്പോൾ പോക്കറ്റ് മണി ആയിട്ട് അധികം പൈസയൊന്നും കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 50,000 രൂപ കരുതിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു തുകയല്ല, അവിടെ നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ അത്രയായിരുന്നു കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് എയർപോർട്ടിൽ ചെന്നപ്പോഴേ ഒരു $407 ആക്കി. $407 എന്ന് പറയുമ്പോൾ 50,000, 50 മുഴുവനാക്കില്ല എന്ന് തോന്നുന്നു, 48 രൂപ എങ്ങാണ്ട് ഡോളറാക്കി. അപ്പോൾ അങ്ങനെ $405 ആയിരുന്നു എൻ്റെ കയ്യിൽ മൊത്തത്തിലുണ്ടായിരുന്നത് ഡോളർ. അപ്പോൾ അങ്ങനെ അതാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ജപ്പാനിലെത്തിയ സമയത്ത് തന്നെ നമ്മൾ ബാഗൊക്കെ വെക്കുന്നതിന് മുന്നേ അവിടെ നമ്മൾ പറ്റിച്ചു എന്ന് പറഞ്ഞില്ല ആദ്യമായിട്ട്. അപ്പോൾ ആൾക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ടി വന്നു, 50,000 രൂപ കൊടുക്കേണ്ടി വന്നു. 50,000-ൽ 42 നമ്മൾ USD ഡോളറായിട്ടും അല്ലാത്ത ഇന്ത്യൻ മണി ആയിട്ടും അങ്ങനെ എങ്ങാണ്ടാണ് കൊടുത്തത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡയറിക്കകത്താണത്. അപ്പോൾ അങ്ങനെ അതായത് ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും പൈസ കയ്യിൽ നിന്ന് തീർന്നു. അപ്പം നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെയാണ് ഇങ്ങനെ ഈ കേസുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്, നമുക്ക് എന്തായാലും ജോലി കിട്ടാൻ പോകുന്നില്ല, ജോലി കിട്ടണമെങ്കിൽ 72,000 രൂപ വേറെ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു രാജ്യത്തിലേക്ക് വന്നതാണ്, വീട്ടിൽ പറയാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന്. വീട്ടിൽ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും, കാരണം എന്നേക്കാൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം ചേച്ചി വീഡിയോ കോൾ വിളിച്ച് കരഞ്ഞ് അങ്ങനെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നീടാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഭയങ്കര ടെൻഷനായിരുന്നു എന്നെ പുറത്തേക്ക് വിടുന്നത്. കാരണം അതിനുള്ളൊരു മെച്യൂരിറ്റി ഒന്നും എനിക്ക് പുറമേ ഒന്നും അങ്ങനെ ആർക്കും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഞാൻ ജപ്പാനിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ അറിയുന്ന ഒത്തിരി പേര് പറഞ്ഞേടാ പുറത്തൊന്നും പോയാൽ നിനക്ക് ശരിയാവില്ല, നിനക്ക് ഈ നാടും വീടും അമ്പലവും അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ അതൊന്നും വകവയ്ക്കാണ്ടാണ് ഞാൻ പോയത്. കഷ്ടപ്പെടണം, എങ്ങനെയെങ്കിലും സക്സസ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വാശി പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ആരെയും പഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു ഓർത്തിങ്ങനെ നടന്നു. വൈകുന്നേരം ഈവനിങ്ങുകളിൽ ഞങ്ങളിങ്ങനെ നടക്കാൻ പോകുമായിരുന്നു കേട്ടോ. അതാണ് ഏക ആശ്വാസം. അപ്പോൾ നമ്മൾ 7-Eleven എന്ന് പറഞ്ഞ കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നെറ്റ് കിട്ടും നമുക്ക്. വോയിസ് കോള് ഒന്നും പറ്റത്തില്ല, വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റും. അത് വീട്ടിലേക്ക് അയക്കും. അവിടെ നിന്ന് ഒരു 10 രൂപയുടെ മിഠായി മേടിക്കും കേട്ടോ. 10 രൂപയാണ് ഏറ്റവും കുറഞ്ഞ മിഠായിക്ക്, 10 രൂപയല്ല 10 ജാപ്പനീസ് ഏറ്റവും കുറഞ്ഞ മിഠായിയുടെ വില. അപ്പോൾ അത് മേടിക്കും. അപ്പോൾ ആ ഇതിൽ ഷോപ്പിൽ കയറാമല്ലോ.
കൺവീൻസ് സ്റ്റോർ കയറാമല്ലോ, അങ്ങനെ ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ 1-2 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേർക്കായിരുന്നു വർക്ക് ഇല്ലാതിരുന്നത്. അപ്പം 3 പേരിൽ ഒരാൾക്കും കൂടി പിന്നീട് വർക്കായി. അത് ഗംബ, വീട് പൊളിക്കുന്ന ഒരു പണീനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ആൾ പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ബാക്കി 2 പേരായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഇങ്ങനെ കൂടി വന്നു. ഇനി എന്ത് ചെയ്യും? പിന്നെ ഇതിലൊരാളും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ ആൾ ഒറ്റപ്പെടുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെ ഓരോരോ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ആ ഗംബയുടെ ജോലിക്ക് വന്ന ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉറങ്ങുമായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലേ ഒരാളുടെ വേക്കൻസി ഉണ്ട്, ഇന്നൊരാൾ വന്നിട്ടില്ല, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഇരിക്കുകയാണ്, ജോലി എങ്ങനെയെങ്കിലും ജോലിക്ക് കയറണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വന്നു. അപ്പോഴേക്കും ചേട്ടൻ ചോറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു, ലഞ്ച് ബോക്സിൽ എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇറങ്ങി. അതാണ് ജപ്പാനിലെ എൻ്റെ ആദ്യത്തെ ജോലി. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, കാരണം ആ ജോലിയിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു കഥ മുഴുവനുണ്ട്. നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് ഞങ്ങൾ വണ്ടി കയറി ഇങ്ങനെ പോയി, അത് വീട് പൊളിക്കുന്ന ജോലിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ വീട് പൊളിക്കുന്ന ജോലി എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ അറിവിൽ. കാരണം ആദ്യമേ സ്ഥാനങ്ങളൊക്കെ അവർ വിറ്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാണ്ട് കൊടുക്കും. പിന്നെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം മാറ്റും. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇതിനെല്ലാം ഒരു ടീമായിരിക്കില്ല കേട്ടോ. ഇപ്പം വേസ്റ്റുകൾ മാറ്റാനായിട്ട് ഒരു ടീമായിരിക്കും, തടികൾ അറുത്ത് മാറ്റാൻ അങ്ങനെയൊക്കെ പല ടീമുകളായിട്ട് പല രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഒരു വർക്ക് കാണിച്ചില്ലായിരുന്നോ, അപ്പം അതൊക്കെ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ അവിടെ ചെന്നു, ഒരു ഐഡിയ ഇല്ല, ജാപ്പനീസിൻ്റെ ഒരു അക്ഷരം പോലും, കുറച്ച് ഗ്രീറ്റിങ്സ് അറിയാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പുറത്തുനിന്നൊരു ജാപ്പനീസിനെ പെട്ടെന്ന് സംസാരിക്കാൻ അങ്ങനെ ഒന്നും അറിയത്തില്ല, അതിനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞു. അപ്പോൾ ജോലി എന്താണെന്ന് മനസ്സിലായിട്ടോ. അവിടെ വലിയൊരു വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ വണ്ടിയിൽ ഹൈഡ്രോളിക് പ്രഷർ വെച്ചിട്ട് നമ്മളിടുന്ന വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പ്രഷർ ചെയ്ത് അമർത്തി അങ്ങനെ എടുത്ത് അങ്ങനെ കുറേ ആയി കഴിയുമ്പോഴത്തേക്കും വണ്ടി പോവും. പിന്നെ അടുത്തത് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ വണ്ടിയിലേക്ക് വേസ്റ്റ് വാരി ഇടണം. അതാണ് നമ്മുടെ ജോലി. അപ്പം ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഈ ചേട്ടനും പിന്നെ ഒരു ഹിന്ദിക്കാരനും. അപ്പം പിന്നെ 2 ജാപ്പനീസും ഉണ്ടായിരുന്നു. അപ്പോൾ ജാപ്പനീസിൻ്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ്, അതായത് ഇതൊരു പഴയ വീടായിരുന്നു. അപ്പോൾ ഈ ജപ്പാൻകാരുടെ വീട് തന്നെയായിരുന്നു. ആ ജപ്പാൻകാർ പുതിയൊരു വീട് അടുത്ത് വെച്ചു. അപ്പോൾ വലിയ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ വീട് ഇങ്ങനെ ഔട്ട് ഹൗസ് പോലെ അങ്ങനെ ഇങ്ങനെ കുറേ വേസ്റ്റുകൾ ഡംപ് ചെയ്തൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പൊളിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജാപ്പനീസിൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേര് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സുകൾ, ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം അടുക്കി പറക്കി ഓരോന്നോരോന്ന് ഇങ്ങനെ വേർതിരിച്ച് പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ചെക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് ഇട്ട് തരും, ഞങ്ങൾക്ക് വേർതിരിച്ചിട്ട് തരും. അപ്പോഴേക്കും ഞങ്ങളത് വണ്ടിയിൽ കൊണ്ടിടണം. പ്ലാസ്റ്റിക് മാത്രമാണ് വണ്ടിയിൽ ഇരുന്നത്, അല്ലാത്തത് വേറെ സെപ്പറേറ്റ് വെക്കണം. അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു. നമ്മുടെ കയ്യിൽ മറ്റേ പിക്കാസോ അല്ല, മൺവെട്ടിയില്ല, അതുപോലത്തെ സാധനമൊക്കെ ഉണ്ട്. ഇങ്ങനെ വലിച്ചിട്ട് തരും അവർ. അപ്പം ഇവരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട് 2 പേര് ഇങ്ങനെ ചെക്ക് ചെയ്യും, എന്നിട്ട് അവർ നിലത്തേക്ക് ഇടും. അപ്പോഴേക്കും ഈ ചേട്ടന്മാരത് വലിച്ചു കോരി, വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പാൻറ്റുകൾ, ഷർട്ടുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വലിച്ചു വാരി ഇടും. അപ്പം ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ കയ്യിൽ അത് കിട്ടുന്നത്. അപ്പം ഞാനാണ് അത് വണ്ടി കൊണ്ടിടും. പ്ലാസ്റ്റിക് വണ്ടി കൊണ്ടിടും. അതിങ്ങനെ ഇതിൽ വന്ന് പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെയായിരുന്നു. അതായത് കുറേ ഇതായി കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വണ്ടിയിൽ ഹൈഡ്രോളിക് പ്രഷർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും, അതകത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു. അപ്പം ഇവിടുന്ന് ആദ്യമേ ഇങ്ങനെ ചെറിയ നാണയങ്ങളില്ലേ, 500-ൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. 500-ൻ്റെയും 100-ൻ്റെ ഒക്കെ നാണയങ്ങൾ കിട്ടി തുടങ്ങി ഇവർക്ക്. എൻ്റെ കൂടെയുള്ള ചേട്ടനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരെന്നെ കാണിച്ചു തന്നു ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. ചിലപ്പോൾ വല്ല അങ്ങനെയൊക്കെ കിട്ടുന്നതായിരുന്നു വിചാരിച്ചു. പക്ഷേ ഈ പണ്ട് ഈ ഓണറില്ലേ, ഞാൻ പറഞ്ഞ ജപ്പാൻകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട് വെച്ചേ, അവരുടെ പാൻറ്റിൻ്റെയൊക്കെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശരിക്കും ഭയങ്കര റിച്ച് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതൊന്നും അങ്ങനെയൊന്നും എടുക്കാണ്ടൊക്കെ ഇരുന്നത്. അപ്പം പാൻറ്റിൻ്റെ പോക്കറ്റിൽ അതായത് ഒരു പേഴ്സ് കിട്ടി. പേഴ്സിനകത്ത് ഇങ്ങനെ നോട്ടുകൾ ഇങ്ങനെ ഒരു 6-7 മാനോളം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻ എന്ന് പറഞ്ഞാൽ 10,000 ജാപ്പനീസ് തന്നെയാണ് നോട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, സൈഡിൽ കൊടുക്കാം. അപ്പോൾ അത് ജപ്പാൻകാരെടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോയിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും ലാസ്റ്റ് നിന്നുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. ഈ 2 പേർക്ക്, ഈ ഹിന്ദിക്കാരനും എൻ്റെ കൂടെയുള്ള ചേട്ടനും ഇങ്ങനെ കോയിൻസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കാണിച്ചൊക്കെ തന്നു. അപ്പം ഇവരെടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ എൻ്റെ അടുത്തേക്ക് ലാസ്റ്റല്ലേ വരുള്ളൂ. അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇവരിങ്ങനെ ഇതിനിടയ്ക്ക് ഇവർക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. 1000, 2000, 3000, 4000 അങ്ങനെ കിട്ടി. അങ്ങനെ ഉച്ച വരെയുള്ള ബ്രേക്ക് ടൈമിൽ ഇവർക്ക് കിട്ടിയ പൈസ ഉച്ചയ്ക്ക് ചോറിനാൻ നേരത്തെ ഇവർ കാണിച്ചിട്ട് ഇത്രയും പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് ഇവരെടുക്കാതെ വിടുന്ന കുറച്ച് പൈസ ഉണ്ടല്ലോ, 10 ജാപ്പനീസിന് അങ്ങനെയൊക്കെ ഉള്ളത്,
അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത് വലിയ തുകയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ പാൻറ്റിൻ്റെ ഒക്കെ പോക്കറ്റിൽ നിറയെ പൈസയാണ്, നല്ല ഒത്തിരി നാണയങ്ങൾ കിടപ്പുന്നത്. അപ്പോൾ ഇവരെന്നാ ചെയ്യണമെന്നറിയോ, സമയമില്ലാത്തതുകൊണ്ട് ഒരു കത്രിക എടുത്തിട്ട് അപ്പം തന്നെ പോക്കറ്റോട് കൂടി ഇങ്ങനെ വെട്ടിയെടുക്കുക. അപ്പോൾ ഒരു കിഴി പോലെ കിട്ടും, എന്നിട്ട് അപ്പം തന്നെ മാറ്റി വയ്ക്കും. അതായത് ജോലി സമയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലി ചെയ്യണം കേട്ടോ. ആ സമയത്ത് വലിയ തമാശയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്ന ജാപ്പനീസിന് ഇഷ്ടമല്ല. ജപ്പാനിലുള്ളവർക്ക് അറിയായിരിക്കും, ഞാൻ പിന്നെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവർ പെട്ടെന്ന് വെട്ടി അങ്ങനെ മാറ്റിയിടും. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ പണിതുകൊണ്ടിരുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഈ ചേട്ടന്മാരൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ഈ ജപ്പാൻകാരും ഓരോരോ കോയിൻസൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവന്മാർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് പൈസയുടെ ആവശ്യമുള്ളൊരു സമയമായിരുന്നു അത്. അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയ ഒന്നിൻ്റെ ഞാൻ ഒത്തിരി ഒരു കുപ്പി കിട്ടി. അതിൻ്റെ അകത്ത് ഫുള്ള് ഒന്നിൻ്റെ അവർ ഇട്ട് വെച്ചേക്കുമായിരുന്നു. ആ കുപ്പി എനിക്ക് തന്നു കേട്ടോ. ഒന്നിൻ്റെ ആയതുകൊണ്ട് ആർക്കും വേണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് തന്നു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. പിന്നെ 10-ൻ്റെ 50-ൻ്റെ ഒക്കെ എനിക്ക് കിട്ടി. 500-ൻ്റെ ഒന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ഉള്ളതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ചെറിയൊരു എമൗണ്ടായിട്ട് എനിക്ക് ആയുള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. എന്നാണെന്നറിയോ, എക്സൈറ്റ്മെൻ്റ് അല്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ ജപ്പാൻകാർ ഈ സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് ആ ചേട്ടനും മറ്റേ പുള്ളിയും ഒത്തിരി കോയിൻസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഈ ജപ്പാൻകാർ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കോയിൻസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് പോകാൻ നേരത്ത് ഈ കോയിൻസ് എല്ലാം എനിക്ക് തരുകയാണ് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു 20,000 രൂപയോളം, എനിക്ക് ഇന്ത്യൻ മണി 20,000 രൂപയോളം ആ കോയിൻസ് മാത്രം അതിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പം ഇവർക്കൊക്കെ അതിലും കൂടുതൽ പൈസ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇമിഗ്രേഷനിൽ പോകേണ്ട ഡേറ്റും ആവാറായിട്ടുണ്ടായിരുന്നു. എങ്ങനെ പൈസയ്ക്ക് എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഈ പൈസ എനിക്ക് കിട്ടി. പിന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അതെനിക്ക് സമ്മാനമായിട്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ട് ജപ്പാൻകാർ എനിക്ക് തന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട്, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ദൈവത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഹെൽപ്പായിരുന്നു അത്. ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പം അതിൽ നിന്ന് കിട്ടിയ കുറേ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഔട്ട് ഹൗസ് പോലെ കിടന്നാണ്. അപ്പം പോക്കറ്റിലൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തുരുമ്പിച്ച പോലെ ഇങ്ങനെ അതിൻ്റെയൊക്കെ കളർ മാറിയ കുറേ നാണയത്തുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൺവീനിയൻസ് സ്റ്റോറിൽ കൊടുത്താൽ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മളങ്ങനെ നേരിട്ട് കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയാം, ഞാൻ അണ്ടർനെറ്റ് ഷോപ്പിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട്, അവിടെയാണ് നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ അന്നും അങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്ര നീട്ടമുള്ളൊരു ബ്രഷ് മേടിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബ്രഷ് മേടിച്ചു. പിന്നെ ഒരു ക്ലോറിൻ മേടിച്ചു. ക്ലോറിൻ്റെ ഒരു ബോട്ടിൽ, ഒരു നീല കളറിലായിരുന്നു, അത് മേടിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് ചെറിയൊരു പാത്രത്തിൽ ഈ കറുത്ത പൈസകളില്ല അതെല്ലാം ഇങ്ങനെ ഇട്ട് വയ്ക്കും. ഇത്ര നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. അതായത് രാത്രി ഞാൻ കുതിരാനായിട്ട് ഇട്ട് വയ്ക്കും. എന്നിട്ട് രാവിലെ പിന്നെ പ്രത്യേകിച്ച് പണിയില്ല. ആ ഒരു ദിവസമാണ് കേട്ടോ എനിക്ക് ജോലി കിട്ടിയത്. പിറ്റേ ദിവസമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ പൈസയുടെ ഈ കറുപ്പ് ആ ഒരു കളറും ഇതൊക്കെ ഇല്ല, അതൊന്ന് ഉരുകി പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഏകദേശം ഒന്ന് കുതിർന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഭയങ്കര വൃത്തിയായിട്ടൊന്നും കിട്ടില്ല. ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് തേച്ചൊരയ്ക്കാൻ നോക്കും. പിന്നെ തേച്ചൊരയ്ക്കലാണ്, കുറേ നേരത്തേക്കും തേച്ചൊരച്ച് വൃത്തിയാക്കും. അങ്ങനെ വൃത്തിയാക്കിയ പൈസ കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ കിട്ടിയ പൈസ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കടം അല്ലെങ്കിൽ ഞാൻ ഇത്ര മേടിച്ചിട്ട് എനിക്ക് തിരിച്ചാൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള ചേട്ടനോടും അങ്ങനെയൊക്കെ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കും. നടക്കാൻ പോകുമ്പം മിഠായി സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു. അതൊരു ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു നേരിട്ടുള്ളൊരു ഹെൽപ്പായിരുന്നു അത്. അപ്പം ഞാൻ പിന്നെ ആ പൈസയും കൊണ്ട് ഇമിഗ്രേഷനിൽ പോയി. 500-ൻ്റെ ഒക്കെ കോയിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 500-ൻ്റെ കോയിൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇമിഗ്രേഷനിൽ പോയി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് വണ്ടിക്കൂലിക്ക് പൈസയായി. അങ്ങനെ എല്ലാത്തിനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോയി. അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കഥ പോലെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാമെങ്കിൽ നമ്മൾ അന്ന് അനുഭവിച്ച സ്ട്രഗ്ലിങ് ഭയങ്കരമായിരുന്നു കേട്ടോ. നമ്മുടെ അന്നത്തെ ബുദ്ധിയൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കറുത്ത പൈസ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉരച്ചൊരച്ച് കുറേ നേരമായിട്ട് ഇങ്ങനെ ഉരയ്ക്കുമായിരിക്കും. പിന്നെ പിറ്റേ ദിവസം പോയിട്ട് ഒരു ടവലും കൂടി മേടിച്ചു. നല്ല വൃത്തിയുള്ള നല്ലൊരു കോട്ടൺ ടവലും കൂടി മേടിച്ചു. ഉരച്ചാൽ മാത്രം പോരല്ലോ, നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് തുടച്ച് നല്ല ഇതാക്കി എടുക്കണ്ടേ. അപ്പം അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ചെയ്യായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളൊരു കുടുക്കയും കൂടി മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസകൾ മുഴുവൻ ചിലവാക്കാതെ കുറച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാമല്ലോ, കാരണം അധികം പൈസ ഇല്ല കയ്യിൽ. അപ്പോൾ ഉള്ള പൈസ സേവ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇത്രയുള്ളൊരു കുടുക്ക ഹൺഡ്രഡ് ഷോപ്പിൽ നിന്ന് മേടിച്ചു. അതിൽ കുറേ നാളായിട്ട് എൻ്റെ പൈസയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എവിടെ പോയാലും ഈ കുടുക്ക മിസ് ചെയ്യാതെ കൊണ്ടുപോകും. പിന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമ കിട്ടിയില്ല, അത് ഞാൻ കോകയൊക്കെ വരെ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചുവന്നോണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്തോ ഒരു ലോഹം, പ്രത്യേക ലോഹമായിരുന്നു, നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിന് ചുവന്നോണ്ട് അടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കോകയിൽ
അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ നാട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഞാൻ ജപ്പാനിൽ ഉപയോഗിച്ചിരുന്ന പേഴ്സും പിന്നെ ബാക്കി വന്ന കുറച്ച് പൈസ ഉണ്ടല്ലോ, എല്ലാ പൈസയും ഞാൻ ചിലവാക്കി തീർത്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള പൈസയും കൊണ്ടാണ് വന്നത്. അതൊക്കെ ഞാൻ ഇതിൽ നിധി പോലെ സൂക്ഷിച്ചു. കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ പേഴ്സിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. വലിയ പേഴ്സാണല്ലോ, അപ്പം അതിൽ ഇതുണ്ടോ ഈ പൈസ, ഈ ഒരു പൈസയാണ് ഞാൻ വൃത്തിയാക്കി അന്ന് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള തുട്ടുകളാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ സൈഡിൽ കാണിക്കാട്ടോ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട്. അപ്പം അങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഇപ്പം പറയുമ്പം ശരിക്കും പറഞ്ഞാൽ കഥ അങ്ങനെ. പക്ഷെ അതിനോടൊരു ഭയങ്കര അടുപ്പമായിപ്പോട്ടെ ഈ നാണയം. ഞാൻ എവിടെ പോയാലും ഇതെൻ്റെ കയ്യിൽ കാണും. ഞാൻ ജപ്പാനിലേക്ക് തിരിച്ചു പോയപ്പോൾ അങ്ങോട്ടും കൊണ്ടുപോയി, പിന്നെ ഇങ്ങോട്ടും കൊണ്ടുവന്നു. കുറച്ച് നാണയത്തുട്ടുകൾ കേട്ടോ, ഒത്തിരി അല്ല, ഒരു 3-4 കോയിൻസ്. ഈ കോയിൻസിൽ നിന്നാണ് എൻ്റെ തുടക്കം, എൻ്റെ ആദ്യത്തെ ജോലി, ആദ്യത്തെ ശമ്പളം. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. എൻ്റെ ഫോട്ടോ പോലും ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഈ നാണയങ്ങളാണ് ഞാൻ കൊണ്ടേ നടക്കാറുള്ളത്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പം എനിക്കിപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ തോന്നിയതും. പല രീതിയിൽ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ പറയേണ്ടത്, അതാണ് പറയുന്നത്. ചിലരിപ്പോൾ എന്നോട് പെട്ടെന്ന് ചോദിക്കും, ജപ്പാനിൽ വരുന്ന കാര്യം ചോദിക്കുമ്പോൾ അവിടെ മലയാളീസ് ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുണ്ടോ അങ്ങനത്തെ ഒക്കെ ചോദിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ഇന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴും അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യാൻ, എല്ലാം ഫേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഊർജ്ജം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു ഇത്. നമുക്ക് ഏതൊക്കെ രീതിയിലെ ഹെൽപ്പ് തന്നെയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ അധികം സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ മാസം, ആദ്യത്തെ ദിവസം, ആദ്യത്തെ ജോലി വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ വിചാരിക്കണത് നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വീഡിയോസ് പോലെയൊക്കെ ഒരു 10 മിനിറ്റിൽ ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഒന്ന് പറയാമെന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റോറീസൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചെറിയൊരു സ്റ്റോറി ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.